ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ നാടകീയതകൾ അരങ്ങേറുന്ന ഒരു അരങ്ങില്ല എന്ന് ഇന്നലെ തന്നെ ഈ പങ്ക്തിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ എന്ന ദിവസം അതിനാടകങ്ങളുടെ അതിപ്രസരങ്ങൾ സംഭവിച്ച ഒരു ദിവസമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്നാണ് നാടകമെല്ലാം ആരംഭിച്ചത്. അദ്ദേഹം ഒരു ട്വീറ്റ് ഇന്നലെ ചെയ്യുകയുണ്ടായി. 11 മണിക്ക് ശേഷം രാവിലെ, ഇന്ന് 11:45 ശേഷം ഒരു വാർത്ത, ഗൗരവതരമായ വാർത്തയുടെ വെളിവാക്കലുണ്ടാകും. എല്ലാവരും ദൃശ്യമാധ്യമങ്ങളുടെയോ ശ്രാവ്യ മാധ്യമങ്ങളുടെയോ മുന്നിൽ ഇരിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നു. ചെറിയ അഭ്യർത്ഥനയല്ലല്ലോ അത്. അതുകൊണ്ട് വലിയ ഒരു ഉദ്വേഗം 11:45 മണി മുതൽ 12:15 മണി വരെയുള്ള അരമണിക്കൂർ സമയത്തേക്ക് വലിയൊരു ഉദ്വേഗമാണ് വാർത്താ മണ്ഡലത്തിൽ ഉണ്ടായത്. എന്താണ് ഈ പ്രധാനമന്ത്രി ഇത്തവണ ഉരുവിടാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് എന്തെങ്കിലുമാണോ സംസാരിക്കാൻ പോകുന്നത്? അതിഗൗരവതരമായ ഏതെങ്കിലും പ്രശ്നത്തിലേക്ക് രാജ്യം പോയോ? തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ചെയ്തതുമാതിരി നടക്കുമോ? ഇത്തരം സന്ദേഹങ്ങൾ മാധ്യമ സുഹൃത്തുക്കളിൽ മാത്രമല്ല, ആ രംഗത്ത് മാത്രമല്ല, സാധാരണക്കാരിൽ പോലും സംഭവിച്ചു. കാരണം ഇതൊക്കെ വളരെ വിചിത്രവും പുതിയതുമായ കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സ്വാഭാവിക ഗതിയിൽ പ്രധാനമന്ത്രി എന്ന പദവിയൊക്കെ ഔപചാരികമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലമൊക്കെ വന്ന് പുതിയ വിജ്ഞാപനമൊക്കെ വരുമ്പോഴാണ് അത് ഔദ്യോഗികമായി മാറുന്നത്. അതുകൊണ്ട് വളരെ വിചിത്രമായ ഒരു കാര്യം ഈ പ്രധാനമന്ത്രിയുടെ രംഗത്ത് വരവിലുണ്ടാകും എന്ന ആളുകൾ സ്വാഭാവികമായും സംശയിച്ചു. മേരി പ്യാരി ദേശവാസിയവും എന്ന് കേട്ടാൽ തന്നെ അങ്കലാപ്പ് വീഴുന്ന ഒരവസ്ഥ ഇന്ന് ഇന്ത്യക്കാർക്കുണ്ട്. ഇതിനു മുമ്പ് അങ്ങൊരു അനുഭവങ്ങളാണ് അവരെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതോടെ തന്നെ ബാങ്കിലേക്ക് അല്ലെ ATM-ലേക്ക് ഓടിപ്പോയ ആളുകളുണ്ട്. ഉള്ള പണം കൈവശം വെക്കാം എന്ന നിലയ്ക്ക്. ആ നിലയ്ക്ക് വലിയ അങ്കലാപ്പുകൾ ഉണ്ടായ സമയത്ത് ഒടുവിൽ അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്തു. എന്താണ് പ്രധാനമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത്? അതേ സംബന്ധിച്ച വാർത്തകളാണ് ഇന്ന് എല്ലാ പത്രങ്ങളും ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാതിരി അത് ശക്തിമാൻ എന്ന പുതിയ സാറ്റലൈറ്റ് ഉപരോധ സംവിധാനത്തെ സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പിന്റെ ആകാശത്തേക്ക് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. മലയാള മനോരമ മുള്ളുവെച്ച് തന്നെ അത് പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആകാശത്തേക്കാണ് ആ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത്. പ്രഖ്യാപനം ശക്തിമാന്റെ പ്രഖ്യാപനമായിരുന്നു. മിഷൻ ശക്തി എന്ന ശീർഷകത്തിലാണ് ആ പുതിയ ആയുധ സംവിധാനം നമ്മുടെ രംഗത്തേക്ക് വരുന്നത്. ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മിഷൻ ശക്തിയോടെ ഇന്ത്യ US റഷ്യ ചൈന എന്നിവയ്ക്കൊപ്പമായി പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പരാതി പരിശോധിക്കാൻ കമ്മീഷന്റെ പാനൽ. ഈ നിലയ്ക്കാണ് വാർത്തകൾ പോകുന്നത്. ഇന്നലെ പെട്ടെന്ന് തന്നെ വിളിച്ചുകൂട്ടി ഇതിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ 2-3 വാചകങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഉദ്വേഗം മാറി. ഗൗരവതരമായ കാര്യമൊക്കെ ആണെങ്കിലും അതീവ ഗൗരവതരമല്ല ഈ കാര്യങ്ങൾ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയിരിക്കണം. പൊടുന്നനെ ഒരു ഭീകരവാദിയെ, പിടികിട്ടാപ്പുള്ളിയായ ഭീകരവാദിയെ പിടിച്ചുവെന്നോ അല്ലെങ്കിൽ ഇന്ത്യയെ വഞ്ചിച്ച്, ഇന്ത്യൻ ബാങ്കുകളെ വഞ്ചിച്ച് വിദേശത്തേക്ക് അഭയം നേടിയ നീരവ് മോദിയെ പോലെ ആളെ പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നുവെന്നോ, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ അപായകരമാം വണ്ണം ഒരു യുദ്ധഭീഷണിയിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നോ, അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ റദ്ദു ചെയ്യേണ്ടി വരുമെന്നോ ഒക്കെയുള്ള അങ്കലാപ്പുളവാക്കുന്ന വാക്കുകൾ പ്രതീക്ഷിച്ചിരുന്ന ജനതയുടെ മുന്നിൽ ഒരു നല്ല വർത്തമാനം പ്രധാനമന്ത്രി പറഞ്ഞത്. മിഷൻ ശക്തി എന്ന പേരിലുള്ള പുതിയ ഒരു സംവിധാനത്തിന്റെ പ്രയോഗം വിജയകരമായി പര്യവസാനിച്ചതിന്റെ വാർത്തയായിരുന്നു അദ്ദേഹം തന്നത്. നമുക്ക് ഇനി ആ സംവിധാനത്തിന്റെയും അതിന്റെ പ്രയോഗ രീതികളെക്കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ പത്രങ്ങൾ തരുന്നത് വായിക്കാം. അതിങ്ങനെ മനോരമ തരുന്നു.
ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹത്തെ മിസൈൽ ഉപയോഗിച്ച് തകർത്ത് ഇന്ത്യയുടെ ശക്തി പ്രകടനം. മിഷൻ ശക്തി എന്ന് പേരിട്ട ഉപഗ്രഹ വേധ മിസൈൽ പരീക്ഷണം 3 മിനിറ്റിൽ ലക്ഷ്യം കണ്ടതായും US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം എത്തിയിരിക്കുകയാണ് ഇന്ത്യയെന്നും രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. DRDOയുടെ ബാലിസ്റ്റിക് ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപണം ഇന്നലെ രാവിലെ 11:16 പ്രവർത്തന കാലാവധി കഴിഞ്ഞ ഇന്ത്യൻ ഉപഗ്രഹത്തെ 11:19 ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 300 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് തകർത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ അഭിസംബോധന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണോ എന്ന് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സന്ദീപ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പാനൽ പരിശോധിക്കും. അക്കാര്യത്തിൽ 1-ലധികം പരാതികൾ കമ്മീഷന് ലഭിച്ചിട്ടുമുണ്ട്. ഇതാണ് സംഭവം. മല എലിയെ പ്രസവിച്ചതുപോലെയാണ് ഈ പ്രസ്താവനയെ ലോകം കണ്ടത്, അല്ലെങ്കിൽ മാധ്യമ ലോകത്തിൽ വലിയൊരു വിഭാഗം കണ്ടത്. കാരണം ഇതൊരു പുതിയ കണ്ടുപിടുത്തമായിരുന്നില്ല. പുതിയ കണ്ടുപിടുത്തമാണെങ്കിൽ പോലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സംഭവിക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ DRDOയുടെ മേധാവികളാണ് രംഗത്ത് വന്ന് പറയുക. അവരാണ് പറയുക, ഞങ്ങൾ ഇങ്ങനെ ഒരു പുതിയ ഡിവൈസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. കണ്ടെത്തലിനെ സംബന്ധിച്ച് എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ശേഷം അത് വിജയകരമാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം ഉദ്യോഗ രംഗങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ ഉന്നതരെ അറിയിച്ചതിന് ശേഷം ഇതിൻ്റെ ആധികാരിക വക്താക്കൾ വന്ന് പറയാറുണ്ട്, ഇതാണ് ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന്. അതിന് പ്രധാനമന്ത്രിയൊന്നും വേണ്ട, അവർക്കൊക്കെ വലിയ ജോലിയുള്ള ആളുകളാണ്. പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല ഇതൊന്നും പറയുന്നത്. ആ നിലയ്ക്കുള്ള ഗൗരവമൊന്നും ഇതിനാരും കൊടുക്കാറുമില്ല. ഇതൊരു ചെറിയ കാര്യമായതുകൊണ്ടല്ല അങ്ങനെ കൊടുക്കാത്തത്, അത് പറയേണ്ടത് അതിൻ്റെ ആൾക്കാർ തന്നെയാണ് എന്ന തിരിച്ചറിവ് മൂലമാണ്. ഏതായാലും ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ സംബന്ധിച്ച് പലതരം കാഴ്ചപ്പാടുകൾ വന്നിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഈ മികവ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കില്ല. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ്, ഇന്ത്യയുടെ സുരക്ഷ മാത്രമാണ് ലക്ഷ്യം. ഇതിനായി പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിക്കുന്നു. ഇത് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കില്ല. സുരക്ഷാ കാര്യങ്ങളുടെ കാര്യമായതുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പിനിടയിലും പറയാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ആർക്കെതിരെയും ഉപയോഗിക്കാൻ കഴിയുന്നതല്ലെങ്കിൽ പിന്നെ എന്ത് സുരക്ഷയാണ്? എന്താണ് ഈ മോദിയുടെ മനസ്സിൽ? ഇതൊന്നും നമുക്കറിയില്ല. നരേന്ദ്രമോദി അങ്ങനെയാണ് പറഞ്ഞത്. ഏതായാലും ഇതിനായി പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തൊട്ടുപിറകെ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, DRDOയ്ക്ക് അഭിനന്ദനങ്ങൾ. അവരാണിത് വികസിപ്പിച്ചെടുത്തത്. DRDOയ്ക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ നേട്ടത്തിൽ അഭിമാനമുണ്ട്. ലോക നാടക ദിനത്തിൽ പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേരുന്നു. ഇന്നലെ ലോക നാടക ദിനമായിരുന്നു. ഈ തിയേട്രിക്സിന്റെ ആളാണല്ലോ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം വലിയ വലിയ നാടകം കളിക്കുന്ന ആളാണ്. ചിലപ്പോൾ ഒരു തൊപ്പിയെല്ലാം വെച്ച് വരും, ചിലപ്പോൾ ഒരു തലപ്പാവുമായി വരും, ചിലപ്പോൾ വളരെ വിചിത്രമായ രീതിയിൽ ആടയാഭരണങ്ങളോടെ അദ്ദേഹം വരാറുണ്ട്. വിചിത്രമായ ഭാവഭാവാദികളോടെ അദ്ദേഹം ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. പ്രധാനമന്ത്രിയാകുന്നതിനു പകരം ഒരു നാടക പ്രവർത്തകനായിരുന്നു അദ്ദേഹമെങ്കിൽ വലിയ വലിയ നടന സാധ്യതയുള്ള ആളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ശാസ്ത്രജ്ഞർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കുകയും നരേന്ദ്രമോദിക്ക് ലോക നാടക ദിനത്തിൻ്റെ സന്ദേശം നൽകുകയും ചെയ്തത് രാഹുൽ ഗാന്ധി. അത് കൃത്യമായും ഒരു ഒളിയമ്പ് തന്നെയായിരുന്നു. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കാണുക. ചട്ടം മറന്ന് ചാട്ടം, മോദിയുടെ മിസൈൽ നാടകം തന്നെയാണ്. രാഹുൽ പറയുന്നത് മാതിരി നാടകം കളിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ലോക നാടക ദിനാശംസ നേർന്നു രാഹുൽ ഗാന്ധി. മോദിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് CPIM പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി പരിശോധിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ ദേശാഭിമാനി ഇപ്രകാരം: ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുവെന്നും ഉപഗ്രഹങ്ങളെ ആക്രമിച്ച് വീഴ്ത്തുന്ന ശേഷി ഇന്ത്യ കൈവരിച്ചെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രഖ്യാപനം. താൻ സുപ്രധാന പ്രഖ്യാപനം നടത്താൻ പോവുകയാണെന്നും എല്ലാവരും മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നും ട്വീറ്റ് ചെയ്ത്
അതിനാടകീയമായാണ് മോദി പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ചാര ഉപഗ്രഹങ്ങളെ തകർക്കുന്നതിനായുള്ള ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതിക വിദ്യ 8 വർഷം മുമ്പ് രാജ്യം കൈവരിച്ചിട്ടുണ്ട്. ഇത് മറച്ചുവെച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ നാടകം കളിക്കുകയാണ് മോഡി എന്ന വിമർശനം ഉയരുകയും ചെയ്തു. എങ്ങനെയാണ് പെരുമാറ്റച്ചട്ടൽ ലംഘനമുണ്ടാകുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അങ്ങനെ പരാതി നൽകേണ്ടി വരുന്നതിന് കാരണം മോദി തന്നെ പറയുകയുണ്ടായി, ഇത് തെരഞ്ഞെടുപ്പ് ലംഘനമൊന്നുമാകില്ല, കാരണം അതീവ ഗൗരവതരമായ സുരക്ഷാ പ്രശ്നമാണിത്. സുരക്ഷാ പ്രശ്നം ഗൗരവതരമായി വരുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നും നോക്കാനാകില്ലല്ലോ. പക്ഷേ തൻ്റെ പ്രസംഗത്തിൽ മോഡി പറഞ്ഞത് അയൽ രാജ്യങ്ങൾക്കൊക്കെ സൗഹൃദപരമായി തന്നെയാണ് ഞങ്ങൾ നിലപാടെടുത്തിരിക്കുന്നത്, അവരെയും ആരെയും ആക്രമിക്കാനല്ല ഈ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് വഴി അടിയന്തിരമായ ഒരു പശ്ചാത്തലവും അതിർത്തി രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കെ എന്ത് തരം അടിയന്തരാവസ്ഥയാണ് ഈ പ്രസംഗം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? പ്രസംഗം തീരുന്ന സമയത്ത് 3 തവണ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിച്ച് നമ്മുടെ LP സ്കൂളിലെ കുട്ടികളെ മാതിരി വലിയ പ്രകടനങ്ങളൊക്കെ മഹാൻ കാഴ്ചവെക്കുകയും ചെയ്തു. 2012 തന്നെ ശക്തി നേടിയിരുന്നു, ഇപ്പോഴല്ല. ഇന്നലെ പ്രധാനമന്ത്രി പറയുന്നതിന് എത്രയോ വർഷം മുമ്പ്, 7 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗം, ശാസ്ത്ര സാങ്കേതിക രംഗം കണ്ടെത്തിക്കഴിഞ്ഞ ഒരു കാര്യമാണ് ഈ വിദ്വാൻ ഇന്നലെ പ്രസംഗിച്ചത് എന്ന് പറയുന്നത് വഴി എത്ര വലിയ വഞ്ചനയാണ് ഈ രംഗത്ത് അധികാരികൾ കാണിക്കുന്നത് എന്ന് മൂക്കത്ത് വിരൽ വെച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും. ആ വാർത്ത ഇന്ന് സിറാജ് എന്ന പത്രം അവസാനം പുറത്തു തരുന്നു. പുതുതായി ആർജിച്ച നേട്ടവുമായി അവതരിപ്പിക്കുക വഴി നാടകീയത സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് എന്നാണ് വിമർശനം. വലിയ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച് രാജ്യത്തെ മുൾമുനയിൽ നിർത്തി പ്രധാനമന്ത്രി നടത്തിയ വെളിപ്പെടുത്തലിന് അത്ര പുതുമയൊന്നുമില്ല എന്ന് വ്യക്തമാകുന്നു. മിഷൻ ശക്തി എന്ന പേരിൽ പ്രഖ്യാപിച്ച മിസൈൽ സാങ്കേതിക വിദ്യ 2012 തന്നെ ആർജിച്ചതാണ് എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. സാറ്റലൈറ്റുകളെ അതിന്റെ ഭ്രമണപഥത്തിൽ വെച്ച് തകർക്കാനുള്ള ക്ഷമത 2012 തന്നെ ഇന്ത്യ സ്വന്തമാക്കിയതാണ്. അന്നത്തെ DRDO മേധാവി ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. DRDO അന്ന് ആ കാര്യം അവതരിപ്പിക്കുകയും ആളുകളെ അറിയിക്കുകയും ചെയ്തതാണ്. സാറ്റലൈറ്റുകളെ വേണമെങ്കിൽ ഉപരോധിക്കാൻ കഴിയുന്ന, വേദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം അന്നേ കണ്ടുപിടിച്ചതാണ് എന്ന കാര്യം മുന്നേ അറിയാവുന്നതാണ്. ആ സംവിധാനമാണ് ഇപ്പോൾ ഉപയോഗിച്ച് കാണിച്ചു തന്നത്. അതിലെന്ത് പുതുമയാണ്? അതിൻ്റെ വീക്ഷണങ്ങൾ, സിദ്ധാന്തങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ കണ്ടെത്തി കഴിഞ്ഞതാണല്ലോ. മറ്റൊരു ഗൗരവതരമായ കാര്യം മാതൃഭൂമി 1-ാം പേജിൽ ഈ വാർത്തയ്ക്കൊപ്പം നമുക്ക് തരുന്നത് മാലിന്യ പ്രശ്നം UPA സർക്കാർ പരീക്ഷണത്തിന് അനുമതി നൽകിയില്ല. ഞാൻ പറഞ്ഞല്ലോ 2012 ഇതിനുള്ള സാങ്കേതിക വൈഭവം ഇന്ത്യ കണ്ടെത്തിയതാണ്. പിന്നെ എന്തേ പ്രയോഗിച്ചില്ല? വേണമെങ്കിൽ BJP-ക്കാർക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അന്ന് തന്നെ പ്രയോഗിച്ച് പ്രധാനമന്ത്രിയെ പോലെ രംഗത്ത് വന്ന് വർത്തമാനം പറഞ്ഞ് കയ്യടി നേടാമായിരുന്നുവല്ലോ എന്ന്. അങ്ങനെ പ്രയോഗിക്കാനുള്ളതല്ല. നേടിയെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉടനെ പ്രയോഗിച്ചുകൂടാ, അതിന് കാരണമുണ്ട്. ആ കാരണം എന്താണ്? അന്നത്തെ UPA സർക്കാർ പറഞ്ഞത് അത് മനസ്സിലാക്കുമ്പോഴേ നരേന്ദ്രമോദി ചെയ്തത് ഒരു തരംതാണ കുട്ടിക്കളിയാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തുകയുള്ളൂ. എന്താണ് UPA അത് ചെയ്യാതിരുന്നത്? നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ആ കാര്യം ഇന്ന് മാതൃഭൂമി നമ്മോട് പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഗൗരവതരമായ ആ വാർത്ത മാതൃഭൂമി 1-ാം പുറത്ത് തരുന്നത് കാണുക. മാലിന്യ പ്രശ്നം UPA സർക്കാർ പരീക്ഷണത്തിന് അനുമതി നൽകിയില്ല. സാങ്കേതികവിദ്യ 2012 മുതൽ കൈവശമുണ്ടായിരുന്നെങ്കിലും പരീക്ഷണം നടത്താൻ 2 വർഷം മുമ്പാണ് പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനത്തിന് അനുമതി നൽകിയത്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ UPA സർക്കാർ ഉപഗ്രഹം തകർക്കുമ്പോഴുണ്ടാകുന്ന ബഹിരാകാശ മാലിന്യത്തിന്റെ പേരിൽ പരീക്ഷണത്തിന് അനുമതി നൽകിയിരുന്നില്ല. ഇത്തരം മാലിന്യം മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ തകരാൻ കാരണമാകും എന്ന ആശങ്കയായിരുന്നു പ്രധാനം. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണത്. നമ്മൾ ഒരു ഉപഗ്രഹത്തെ
ഈ സംവിധാനം ഉപയോഗിച്ച് വേദ്യം ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെ കരുതുമ്പോൾ ബഹിരാകാശ സംഭവിക്കുന്നത് എന്താണ്? തകർന്ന ഉപഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പറന്നു നടക്കും ബഹിരാകാശത്ത്. മറ്റ് രാജ്യങ്ങൾ മറ്റ് ഉപഗ്രഹങ്ങൾ വിടുമ്പോൾ അതിന് തടസ്സവും അതിന് മാലിന്യവും ഇത് നൽകും. അത് വലിയ അപായങ്ങളാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ലോകം എത്തിച്ചേർന്നിരുന്ന ഒരു കാര്യം ബഹിരാകാശത്തെ പോർക്കളമാക്കരുത് എന്നാണ്. ഭൂമിയിൽ നാം യുദ്ധം ചെയ്യുന്നുണ്ട്, ജലത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ട്, ആകാശത്തുണ്ട്. പക്ഷേ ബഹിരാകാശത്തെ കൂടി യുദ്ധത്തിൻ്റെ ഒരു സംവിധാനമാക്കി, ഒരു സാധ്യ സ്ഥലമാക്കി മാറ്റരുത് എന്ന് ലോകം തീരുമാനിച്ചു. നമുക്കറിയാം 1959 അമേരിക്ക ഈ സംവിധാനം വിജയകരമായി നടപ്പാക്കിയത്. 1960 റഷ്യ അത് വളരെ പെട്ടെന്ന് അമേരിക്കയ്ക്ക് ശേഷം ശീതകാല യുദ്ധത്തിൻ്റെ കാലമാണ്. പെട്ടെന്ന് അത് കണ്ടുപിടിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തു. പിന്നെ 2007 ഒരു രാജ്യം അത് ചെയ്തത്, അത് ചൈനയാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. കാരണം ഇതാണ് പ്രശ്നം. ബഹിരാകാശത്ത് നാം ഒരു ഉപഗ്രഹത്തെ തകർത്തു, ശരി, ആരെങ്കിലും തകർത്തു, അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ പാറി നടക്കുക തന്നെ ചെയ്യും. മറ്റൊരു ബഹിരാകാശ പേടകം വരുന്ന സമയത്ത് അതുളവാക്കുന്ന തടസ്സം ഒന്ന്, അതുപോലെ മാലിന്യം മറ്റൊന്ന്. അപായകരമായ ഒരു കളിയാണ്. അതുകൊണ്ട് ഇനി അതാരും ചെയ്യണ്ട. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1959 മുതൽ ഈ സംവിധാനം അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്നിട്ടും ലോകത്ത് എവിടെയെങ്കിലും ഒരൊറ്റ ഉപഗ്രഹം തകർക്കപ്പെട്ടിട്ടുണ്ടോ? ഇതുപയോഗിച്ച് തകർക്കപ്പെട്ടിട്ടേ ഇല്ല. അതാണ് വസ്തുത. ഇതുവരെ തകർക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ആസന്നമായി നമ്മെയും തകർക്കുമെന്ന എന്ത് പേടിയാണ് നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത്? അപ്പോൾ ഒരു പേടിയുമില്ല, ഒരു ആവശ്യവുമില്ല, ഒരു അനിവാര്യതയുമില്ല. ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് വന്നു, എന്നാൽ ഇതങ്ങ് നടത്തി ഒരു ധീരനെ പോലെ, ഒരു ഹീറോയെ പോലെ രംഗത്ത് വരാം. DRDOയുടെ മേധാവികൾ നടത്തേണ്ട സാധാരണ പത്രസമ്മേളനം ഒരു പ്രധാനമന്ത്രി കയറി നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? അദ്ദേഹം ഒരു തരംതാണ അവസ്ഥയിലേക്ക് താണുപോവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നതല്ല. അതുകൊണ്ടാണ് ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാർ അത് ചെയ്യാത്തത്. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ, അറിവില്ലാത്തത് കൊണ്ടോ, വിവരമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ അവർ ശരിയായ പ്രധാനമന്ത്രിയായിരുന്നു, നാടകക്കാരനായിരുന്നില്ല, നാടകം കളിക്കുന്നയാളായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ചെയ്തത്. ലോകം തന്നെ എടുത്ത നിലപാട് ബഹിരാകാശം പോർക്കളമാക്കരുത് എന്നാണ്. ആ പശ്ചാത്തലത്തിലാണ് 2007 ചൈന ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. അത് വലിയ നിലവാരത്തിലുള്ള വിമർശനത്തിന് കാരണമായി. എന്തേ ചൈന ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ബഹിരാകാശത്തെ എന്തിനു നാം മലിനപ്പെടുത്തുന്നു എന്ന നിലയ്ക്കുള്ള വലിയ വിമർശനങ്ങൾ വന്നപ്പോഴാണ് ഇന്ത്യയും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന ബോധ്യത്തിലേക്ക്, അല്ലെങ്കിൽ സുചിന്തിതമായ അഭിപ്രായത്തിലേക്ക്, അഥവാ വലിയ വിവേകത്തിലേക്ക് ലോകത്തിനോടൊപ്പം ഉയർന്നത്. അതുകൊണ്ടാണ് ഇത് ചെയ്യാതിരുന്നത്. ഇവിടെ വിവേകമൊന്നുമില്ലാതെ ഒരാൾ വന്നാൽ അയാൾ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഇതേ സംബന്ധിച്ച് ലഭിക്കുന്ന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൻ്റെ ആസന്ന ഘട്ടത്തിലാണ് നാം നീങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ നാം ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ലോകം ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ട വീണ് അപേക്ഷിച്ച ഒരു ബോധ്യത്തെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ത്? ആ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നാം ഒരിക്കൽ കൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും. വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് BJP നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവങ്ങൾ എന്ത് എന്ന് നമുക്കൊന്ന് അടുക്കിപ്പെറുക്കി നോക്കാവുന്നതാണ്. നമുക്ക് അതിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഈ അടുത്ത കാലത്ത് വ്യത്യസ്ത BJPയുടെ നേതാക്കൾ സംസാരിച്ച കാര്യങ്ങൾ നാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സാക്ഷി മഹാരാജ് എന്ന നേതാവ്, പലപ്പോഴും വിവാദ പ്രസ്താവങ്ങൾ നടത്തുന്ന നേതാവ്, അദ്ദേഹം ഒടുവിൽ പറഞ്ഞത്, നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഇത് കടശി തെരഞ്ഞെടുപ്പായിരിക്കും. ഇനി നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച രാജ്യമാണ്, അതിൻ്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ പ്രസ്താവം പ്രധാനമന്ത്രി നടത്തുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചാണോ
എന്ന് നാം ആകുലപ്പെടുന്നത് അതുകൊണ്ടാണ്. മറ്റൊരു നേതാവ് പറഞ്ഞത് കാണുക, ഇന്ത്യയിൽ നിന്ന് 2021 ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയിൽ ഇല്ലാതാകും. 2021 മൊത്തം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാകും. ഇതാണ് മറ്റൊരു നേതാവിൻ്റെ പ്രസ്താവം. വേറെ ഒരു നേതാവ് UP-യിലെ BJP-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവ്, 6 വർഷത്തേക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് IP സിംഗ് എന്നാണ്. അദ്ദേഹം പറയുന്നത് BJP-യിൽ സത്യം പറയുക വലിയ ശ്രമകരമാണ്. കാരണം ഇപ്പോൾ നമ്മെ ഭരിക്കുന്നത് പ്രധാനമന്ത്രിയോ അതോ തരം താണ ഒരു പ്രചാരകനോ? ഈ ചോദ്യം ചോദിച്ചതിന് അയാളെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചത് ഇങ്ങനെയാണ്: ഗുജറാത്തിൽ നിന്നുള്ള 2 മുട്ടാളന്മാർ, തഗ്ഗുകൾ എന്നാണ് ആ പ്രയോഗം, തക്സ് എന്നാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയത്. ഗുജറാത്തിൽ നിന്നുള്ള 2 മുട്ടാളന്മാർ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. പുറത്താക്കപ്പെട്ട BJP നേതാവാണ് പറയുന്നത്, നാം ആലോചിക്കണം. അല്ലാതെ കോൺഗ്രസ്സുകാരുടെയോ കമ്മ്യൂണിസ്റ്റുകാരുടെയോ വിമർശനമല്ല. UPA-യുടെ കാലത്ത് 2012 അനുഭവം നാം പറഞ്ഞല്ലോ. ഏതായാലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിസ്സാരമായ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഓരോ നുണകൾക്കും താൻ ചൗക്കീദാരാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് രാഹുൽ പറഞ്ഞു ചൗക്കീദാർ ചോർ ഹേ, ചൗക്കീദാർ കള്ളനാണ്. റാഫേലിന്റെ പശ്ചാത്തലത്തിൽ പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തെ നിലനിർത്താത്തപ്പോൾ ഇത്തരം ഗിമ്മിക്കുകളിൽ, ഇത്തരം എന്താ പറയുക, ഉയർത്തിപ്പിടിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളിൽ അഭയം തേടുകയാണ് പ്രധാനമന്ത്രി. അതാണ് ഇന്ന് കാണുന്ന അവസ്ഥ. ഇന്നു മുതൽ കേരളത്തിൽ പത്രികാ സമർപ്പണം സാധ്യമാണ്. നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരാം. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ വ്യാഴാഴ്ച മുതൽ സ്വീകരിക്കും. ഭരണാധികാരിയായ കളക്ടർക്കാണ് പത്രികകൾ സമർപ്പിക്കേണ്ടത്. ഏപ്രിൽ 4 വരെ സ്വീകരിക്കും. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയ്ക്കാണ് പത്രികകൾ സ്വീകരിക്കുന്നത്. ഏതായാലും അങ്ങനെ സ്വീകരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും വയനാട്ടിൽ ആരാണ് പത്രിക നടത്തേണ്ടത് എന്ന് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന അവസ്ഥയും നിലനിൽക്കുന്നു. കൊടും ചൂട് തന്നെയാണ് ഇനി ഒരാഴ്ചത്തേക്ക് കൂടി. ഇന്ന് പത്രങ്ങൾ ആ വാർത്ത തരുന്നു. സിറാജ് എന്ന പത്രം 1-ാം പേജിൽ കൊടും ചൂട് തുടരും. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കനത്ത ചൂട് ഒരാഴ്ച കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നിലവിൽ സൂര്യന്റെ സ്ഥാനം കേരളത്തിന് നേർമുകളിലെത്തിയ സാഹചര്യത്തിൽ ഇന്നും നാളെയും സൂര്യപ്രകാശം നേരിട്ടേൽക്കാതെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന കാര്യവും ഇപ്പോൾ നമുക്ക് സിറാജ് എന്ന പത്രം തരുന്നുണ്ട്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. സ്ത്രീ സമൂഹത്തിന്റെ സൂക്ഷ്മമായ തലങ്ങളെ സംബന്ധിച്ച് അതിമനോഹരമായ കഥകൾ എഴുതിയ അഷിത ഓർമ്മയായി. അവരുടെ ചരമവാർത്തയും ഒക്കെ പത്രങ്ങളിലുണ്ടായിരുന്നു. ഇന്നും അവരുടെ സംസ്കാരത്തിൻ്റെ വാർത്തകളുമൊക്കെ ലഭിക്കുമ്പോൾ ഇന്ന് നമുക്ക് കേരള കൗമുദിയിൽ ഉള്ളിലെന്നും തെളിഞ്ഞു കത്തുന്ന ദീപം എന്ന ശീർഷകത്തിൽ മാലാ പാർവതി അവരെ സംബന്ധിച്ച് ഹൃദയസ്പൃക്കായ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട്. എഴുത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അകാലത്തിൽ അന്തരിച്ച അഷിത മാലാ പാർവതിക്ക് ആരായിരുന്നു? കാണുക. ആകാശത്തിൻ്റെ ഒരു കീറിൽ പാരോ എന്ന് വിളിച്ച് സ്നേഹമഴയായി എൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങിയ ദൈവാംശമുള്ള ശക്തിയാണ് അഷിത. ഞാൻ അഷിതയെ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. എനിക്ക് ആരായിരുന്നു അഷിത? ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന എഴുത്തുകാരി. കാലം എന്നെക്കൊണ്ട് അഷിതയെ അമ്മ എന്ന് വിളിപ്പിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. അഷിതയുടെ എഴുത്താണ് എനിക്ക് വഴി കാണിച്ചിരുന്നത്. വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഞാൻ ഒരു സ്ത്രീയും പറയാത്തത് എന്ന അഷിതയുടെ കഥ പുസ്തകമില്ലാതെ വായിക്കുമായിരുന്നു. ആ വാക്കുകളുടെ സത്യം എനിക്ക് കാവലുണ്ട് എന്നെനിക്കറിയാമായിരുന്നു. അന്ന് എനിക്ക് അഷിതയെ ഈ തരത്തിൽ പരിചയമില്ല. അവർ ശിവേന സഹന നർത്തനം എഴുതിയപ്പോൾ എൻ്റെ വായനയും ആത്മീയതയിലേക്ക് തിരിഞ്ഞു. അവരുടെ വാക്കുകൾ എന്നെ വഴി നടത്തുകയായിരുന്നു. ഗുരു നിത്യ ചൈതന്യയതിയെ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത് അമ്മയുടെ കണ്ണുകളിലാണ്. ഗുരു പകർന്നു നൽകിയ ആത്മീയ പ്രകാശം അമ്മയെ ചൈതന്യമായി അറിഞ്ഞിട്ടുണ്ട്. അമ്മയെ അടുത്തറിയണം, ഒരത്ഭുതമാണ്. അതിശയോക്തി പറയുകയല്ല. 3 തവണ ക്യാൻസർ ബാധിച്ചു. കീമോതെറാപ്പികൾ നിരന്തരം നൽകപ്പെട്ട
ഒരു ശരീരമായിരുന്നു അമ്മയുടേത്. തേജസ്സിന് നൽകുന്ന ഒരു മരുന്നാക്കി അമ്മ അത് മാറ്റിക്കളഞ്ഞു. അതാണ് അമ്മയിലെ മാജിക്, പറഞ്ഞാൽ തീരില്ല. അത്രയ്ക്കും തീവ്രമായിരുന്നു എനിക്ക് അവരോടുള്ള ബന്ധം. ഒരു ഗ്രാമത്തിന്റെ ഏതോ ക്ഷേത്രത്തിന് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ദീപം പോലെയാണ് അക്ഷത. ഒരു കാറ്റത്ത് അണയുമെന്ന് തോന്നാം, പക്ഷേ ദേശത്തിന് മുഴുവൻ വെളിച്ചമായി കാറ്റിൽ ഉലയാതെ ശാന്തമായി തെളിഞ്ഞു കത്തിക്കൊണ്ടിരിക്കും ആ ദീപം. ഇതാണ് എഴുത്തുകാരിക്ക് അവരുടെ അനുവാചക. മാലാ പാർവതി സാംസ്കാരിക പ്രവർത്തക എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ ചലച്ചിത്ര നടി എന്ന നിലയ്ക്കൊക്കെ നമുക്ക് പരിചിതയായ സ്ത്രീയാണ്. അവരുടെ മേൽ ഇത്രമാത്രം സ്വാധീനമായിരുന്നു അഷിത എന്ന എഴുത്തുകാരി. ഒരു എഴുത്തുകാരി എങ്ങനെയാണ് അനുവാചകരെ വഴി നടത്തുന്നത് എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാകുന്നു ഈ ലേഖനം. ഇനി ഇന്നത്തെ ചിത്രം. കേരള സർവകലാശാലയുടെ യുവജനോത്സവം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ടാണ് അതിന് വലിയ പ്രാധാന്യം കിട്ടാതെ പോകുന്നത്. യുവജനോത്സവത്തിൽ നിന്നുള്ള ഈ ചിത്രം നമുക്കൊന്ന് കാണാം. നിങ്ങൾ കാണുന്നത് വിജയത്തിന്റെ ഒരു ചിരിയാണ്. തിരുവാതിരയ്ക്ക് 1ാം സ്ഥാനം നേടിയ ആൾ സെയിൻസ് കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ഈ വിജയച്ചിരി മെട്രോ മനോരമയാണ് നമുക്കിന്ന് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.